നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ബോട്ടണിയിലെ 4ാമത്തെ ചാപ്റ്ററായ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അനാട്ടമി ഓഫ് ഡൈക്കോട്ടിലിഡൻസ് ആൻഡ് മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്ലാന്റ്സിൽ വരുന്ന, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്ന ഡിഫറെന്റ് ടിഷ്യൂസിനെ കുറിച്ചൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. നമ്മൾ ഇനി അതിന്റെ അനാട്ടമിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് റൂട്ടിനെ കുറിച്ചും സ്റ്റെമിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ പറയാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം ഡൈക്കോട്ടിലിഡൻസ് റൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് സൺഫ്ലവർ റൂട്ടിന്റെ പിക്ചർ ആണ്. ഇവിടെ ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിബ്ലമ ഓർ എപ്പിഡെർമിസ് ആണ്. ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? എപ്പിഡെർമിസില് റൂട്ട് ഹെയർസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. റൂട്ട് ഹെയർസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പിഡെർമിസ് കഴിഞ്ഞ് വരുന്ന അടുത്ത റീജിയൻ ആണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പാരൻകൈമ സെൽസ് ആണ് കാണപ്പെടുന്നത്. ഒരു സിംഗിൾ ലെയർ അല്ല, ഒരുപാട് ലെയേഴ്സ് അവിടെ കാണുന്നുണ്ട്. തിൻ വോൾഡ് പാരൻകൈമ സെൽസ് ഒരുപാട് ലെയറുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ സെല്ലുകൾക്കിടയ്ക്ക് ഇന്റർ സെല്ലുലാർ സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കോർട്ടെക്സിൽ കാണപ്പെടുന്നത്. കോർട്ടെക്സിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഈ എൻഡോഡെർമിസ് നോക്കുകയാണെങ്കിൽ ബാരൽ ഷേപ്ഡ് സെൽസ് ആണ് അവിടെ കാണപ്പെടുന്നത്. നമ്മളിപ്പോ തൊട്ടു മുമ്പേ പറഞ്ഞ പോലെയല്ല, ഇവിടെ സെല്ലുകള് ക്ലോസ്ലി പാക്ഡ് ആണ്. അതായത് അവിടെ ഇന്റർ സെല്ലുലാർ സ്പേസ് ഒന്നും കാണപ്പെടുന്നില്ല. ഇന്റർ സെല്ലുലാർ സ്പേസ് ഒന്നും ഇല്ലാതെ വളരെ അടുത്തടുത്തായിട്ടാണ് ഈ എൻഡോഡെർമിസില് സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ബാരൽ ഷേപ്ഡ് സെൽസ് ആണ് കാണപ്പെടുന്നത്. ഈ എൻഡോഡെർമൽ സെല്ലുകളില് അവയുടെ ടാൻജൻഷ്യൽ വാളിലും അതുപോലെ തന്നെ റേഡിയൽ വാൾസിലും സുബറിൻ എന്നൊരു മെറ്റീരിയലിന്റെ ഡെപ്പോസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ടാൻജൻഷ്യൽ വാൾ എന്ന് പറയുന്നത്, ഇതാണ് റേഡിയൽ വാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിന്റെ ടാൻജൻഷ്യൽ വാളിലും അതുപോലെ തന്നെ റേഡിയൽ വാളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? സുബറിൻ എന്നൊരു മെറ്റീരിയലിന്റെ ഡെപ്പോസിഷൻ കാണപ്പെടുന്നുണ്ട്. ഇതാണ് കാസ്പാരിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. ഈ സുബറിൻ എന്ന് പറയുന്ന മെറ്റീരിയല് വാട്ടർ ഇംപെർമിയബിൾ ആണ്, അതായത് വെള്ളത്തെ കടത്തി വിടില്ല. അതുപോലെ തന്നെ വാക്സി ആണ്, വാക്സി ആയിട്ടുള്ള ഒരു വാക്സ് പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ സുബറിന്റെ ഡെപ്പോസിഷൻ എവിടെ കാണുന്നുണ്ട്? ഈ ഡൈക്കോട്ട് റൂട്ടുകളിലെ എൻഡോഡെർമിസിലെ സെല്ലുകളിൽ കാണുന്നുണ്ട്. അതാണ് എന്ത്? കാസ്പാരിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. ഇനി കോർട്ടെക്സ് കഴിഞ്ഞ് വരുന്ന അടുത്ത റീജിയൻ ആണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഈ പെരിസൈക്കിൾ എന്ന് പറയുന്ന ആ ഭാഗത്ത് തിക് വോൾഡ് പാരൻകൈമ സെൽസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കോർട്ടെക്സിന്റെ ഏറ്റവും ഉള്ളിലെ ലെയർ ആണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. എൻഡോഡെർമിസ് കഴിഞ്ഞ് പെരിസൈക്കിൾ വരുന്നു. പെരിസൈക്കിളില് തിക് വോൾഡ് പാരൻകൈമ സെൽസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്യൂ ലെയേഴ്സ് അവിടെ കാണുന്നുണ്ട്. ഈ പെരിസൈക്കിളിൽ നിന്നാണ് ലാറ്ററൽ റൂട്ടുകളും വാസ്കുലാർ കാമ്പിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിന്റെ ഇനീസിയേഷൻ എവിടെ നിന്നാണ്? ഈ പെരിസൈക്കിളിൽ നിന്നാണ്. സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ലാറ്ററൽ റൂട്ടുകളും വാസ്കുലാർ കാമ്പിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ പെരിസൈക്കിൾ എന്ന് പറയുന്ന ആ റീജിയനിൽ നിന്നാണ്. അപ്പോ നമുക്കറിയാം ഡൈക്കോട്ടിലിഡൻസ് പ്ലാന്റ്സ് സെക്കൻഡറി ഗ്രോത്തിന് വിധേയമാവുന്നുണ്ട് അല്ലെ. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മാവ്, പ്ലാവ്, തേക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ എടുക്കാം. ഇനി നമുക്ക് വാഴ അല്ലെങ്കിൽ നെൽച്ചെടി ഇതൊക്കെ എടുക്കാം. അപ്പൊ ഈ നെല്ല് എന്നൊക്കെ പറയുന്നത് മോണോകോട്ട് ആണ്. എന്നാൽ ഇപ്പൊ നമ്മൾ റോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഏതെങ്കിലും ചെടി എടുക്കുകയാണെങ്കിൽ അത് എന്താണ്? ഡൈക്കോട്ട് ആണ്. അപ്പൊ ഈ ഡൈക്കോട്ടിലിഡൻസിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ആ സ്റ്റെം ഒക്കെ നല്ല കട്ടിയായി വരും അല്ലെ. വേരും സ്റ്റെമ്മും ഒക്കെ നല്ല കട്ടിയാവും. പക്ഷെ അങ്ങനെ ഒരു കട്ടിയാവുന്ന പ്രക്രിയ എവിടെ നടക്കുന്നില്ല? മോണോകോട്ടുകളിൽ നടക്കുന്നില്ല. അപ്പൊ ഈ ഇങ്ങനെ കട്ടിയാവുന്നില്ല, അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന പ്ലാന്റുകളിൽ എന്ത് കാണുന്നുണ്ടാവും? കാമ്പിയം കാണുന്നുണ്ടാവുക. ഈ കാമ്പിയം ആണ് സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാമ്പിയം, വാസ്കുലർ കാമ്പിയം ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഡൈക്കോട്ട് മോണോകോട്ട് തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. സെക്കൻഡറി ഗ്രോത്ത് എവിടെ നടക്കുന്നുണ്ട്? ഡൈക്കോട്ടുകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ മോണോകോട്ടുകളിൽ അത് നടക്കുന്നില്ല. അപ്പൊ ഡൈക്കോട്ട് റൂട്ട് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും അത് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഡൈക്കോട്ട് റൂട്ടില്
സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ലാറ്ററൽ റൂട്ട്സിന്റെയും വാസ്കുലർ കാമ്പിയത്തിന്റെയും ഒക്കെ ഇനീസിയേഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ഈ പെരിസൈക്കിൾ എന്ന റീജിയനിൽ നിന്നാണ്. പെരിസൈക്കിൾ എന്ന് പറയുന്നത് കോർട്ടെക്സ് കഴിഞ്ഞു വരുന്ന ഭാഗമാണ് എൻഡോഡെർമിസിന് താഴെ. ഇവിടെ പിത്ത് എന്ന് പറയുന്നത് ഈ ഡൈക്കോട്ടിലിഡൻസ് റൂട്ടുകളിൽ പിത്ത് എന്ന് പറയുന്നത് സ്മോൾ ആണ്. സ്മോൾ ഓർ ഇൻകൺസ്പിക്യൂസ് എന്ന് പറയുന്നുണ്ട്. ഇൻകൺസ്പിക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വിസിബിൾ അല്ലാത്തത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ സ്മോൾ പിത്താണ് ഇവിടെ കാണപ്പെടുന്നത്, ഈ ഡൈക്കോട്ടിലിഡൻസ് റൂട്ടുകളിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം റൂട്ടുകളിൽ സൈലവും ഫ്ലോയും റേഡിയൽ അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത് അല്ലെ. സൈലം ഫ്ലോയും അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഫ്ലോയത്തിനും സൈലത്തിനും ഇടയ്ക്കായിട്ട് എന്ത് കാണുന്നുണ്ട്? കൺജക്റ്റീവ് ടിഷ്യൂ കാണുന്നുണ്ട്. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് എന്ത് കാണുന്നു? കൺജക്റ്റീവ് ടിഷ്യൂ കാണുന്നു. ഡൈക്കോട്ടിലിഡൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ ഒരു 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസേ കാണുകയുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. കാരണം ഡൈക്കോട്ടിലിഡൻസ് റൂട്ടും മോണോകോട്ടിലിഡൻസ് റൂട്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു പോയിന്റ് ആണിത്. അതുപോലെ തന്നെ പിത്തിന്റെ കാര്യം. അപ്പൊ ഇവിടെ 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസേ കാണപ്പെടുന്നുള്ളൂ. പിന്നെ ഇവിടെ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് പിന്നീട് എന്ത് ഡെവലപ്പ് ചെയ്ത് വരും? കാമ്പിയം ഡെവലപ്പ് ചെയ്ത് വരും. പെരിസൈക്കിൾ എന്നാണ് അത് തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ കാമ്പിയം എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് അല്ലെ. നമുക്ക് ഈ പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽസ്, പിത്ത് ഇതിനെല്ലാം കൂടെ ചേർത്ത് എന്ത് പറയാം? സ്റ്റീൽ എന്ന് പറയാം. ഓക്കെ, വാസ്കുലർ ബണ്ടിൽസും പെരിസൈക്കിളും പിത്തും എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് സ്റ്റീൽ എന്ന് പറയുന്ന റീജിയൻ. എൻഡോഡെർമിസിന് താഴെയായിട്ട് വരുന്ന ബാക്കി ഭാഗങ്ങളെല്ലാം. ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഡൈക്കോട്ടിലിഡൻസ് റൂട്ടിന്റെ പിക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിപ്പോ കണ്ടത് ഒരു പോർഷൻ എൻലാർജ് ചെയ്തിട്ടുള്ള ഭാഗമാണല്ലോ, അല്ലാതെ ഇങ്ങനെ മുഴുവനായിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ, ഒരു 4 പാച്ചസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയെ കാണുന്നുള്ളൂ. അപ്പൊ 2 to 4 ആണ് നോർമലി ഡൈക്കോട്ടിലിഡൻസിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ റൂട്ട് ഹെയർസ് കാണുന്നുണ്ട്, എപ്പിഡെർമിസ് ഒക്കെ കാണുന്നുണ്ട്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, അങ്ങനെ ഡിഫറെന്റ് റീജിയൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് മോണോകോട്ടിലിഡൻസ് റൂട്ടുകളെ കുറിച്ച് നോക്കാം. മോണോകോട്ടിലിഡൻസ് റൂട്ടുകളുടെ അനാട്ടമി എടുത്ത് നോക്കുകയാണെങ്കിലും ഏകദേശം ഒക്കെ ഡൈക്കോട്ടിലിഡൻസ് റൂട്ടുകളെ പോലെ തന്നെയാണുള്ളത്. എപ്പിഡെർമിസ് കാണപ്പെടുന്നുണ്ട്, അവിടെ റൂട്ട് ഹെയർസ് കാണുന്നു. അത് കഴിഞ്ഞിട്ട് കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയൻ വരുന്നു. കോർട്ടെക്സിന്റെ ആ ഒരു ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ട് എന്ത് കാണപ്പെടുന്നു? എൻഡോഡെർമിസ് കാണപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ പെരിസൈക്കിൾ കാണുന്നു. അതുപോലെ തന്നെ വാസ്കുലർ ബണ്ടിൽസ് കാണുന്നു, ദെൻ പിത്ത് കാണുന്നു. നമുക്കിനി എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളത് എന്നുള്ളത് നോക്കാം. നമ്മള് തൊട്ട് മുമ്പേ ഡൈക്കോട്ടിലിഡൻസിന്റെ കേസിൽ പറഞ്ഞത് അവിടെ ഏകദേശം 2 to 4 പാച്ചസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം കാണപ്പെടുന്നു എന്നാണ്. എന്നാൽ ഇവിടെ മോർ ദാൻ 6 സൈലം ബണ്ടിൽസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിത്ത് എന്ന് പറയുന്നത് ലാർജ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ്. ഡൈക്കോട്ടിലിഡൻസ് റൂട്ടില് പിത്ത് എന്ന് പറയുന്നത് സ്മോൾ ആയിരുന്നു. എന്നാൽ മോണോകോട്ടിലിഡൻസ് റൂട്ടുകളിൽ പിത്ത് എന്ന് പറയുന്നത് ലാർജ് ആണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. നമ്മൾ അവിടെ കാമ്പിയം ഡെവലപ്പ് ചെയ്യും, സെക്കൻഡറി ഗ്രോത്ത് നടക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ ഡൈക്കോട്സിന്റെ കേസിൽ. എന്നാൽ മോണോകോട്ടിലിഡൻസ് റൂട്ടുകളിൽ എന്ത് നടക്കുന്നില്ല? സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. അത് നമ്മൾ സ്റ്റെമ്മിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മോണോകോട്ടിലിഡൻസ് സ്റ്റെമ്മുകളിൽ എന്ത് നടക്കുന്നില്ല? സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. നമ്മളിപ്പോ രണ്ട് പഠിച്ചു അല്ലെ. നമുക്കിനി ഇതിന്റെ വ്യത്യാസങ്ങൾ നോക്കാം. നിങ്ങൾ ഇത് ബോത്ത് തിയറിക്കും പ്രാക്ടിക്കലിനും പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചോളൂ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, പിത്ത് എന്ന് പറയുന്നത് ഡൈക്കോട്ടിലിഡൻസ് റൂട്ടുകളിൽ സ്മോൾ ആയിരിക്കും. എന്നാൽ ഇവിടെ മോണോകോട്ടിലിഡൻസ് റൂട്ടുകളിൽ വെൽ ഡെവലപ്ഡ് പിത്താണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഡൈക്കോട്ടിലിഡൻസ് റൂട്ടുകളിൽ കുറച്ച് സൈലം പാച്ചസേ കാണുന്നുള്ളൂ അല്ലെ. 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ആണ് കാണുന്നത്. എന്നാൽ മോണോകോട്ടിലിഡൻസ് റൂട്ടുകളിൽ മോർ ദാൻ 6 സൈലം ബണ്ടിൽസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈക്കോട്ടിലിഡൻസിന്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് സെക്കൻഡറി ഗ്രോത്ത് നടക്കും അല്ലെ. എന്നാൽ മോണോകോട്ട് റൂട്ടുകളിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോത്ത് പ്രാക്ടിക്കലിനും അതുപോലെ തന്നെ തിയറിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് അതിന്റെ വ്യത്യാസം മാത്രം പഠിച്ചാൽ പോരാ, റൂട്ടും സ്റ്റെമ്മും തമ്മിലുള്ള വ്യത്യാസം കൂടെ പഠിക്കണം. കാരണം തന്നിട്ടുള്ളത് റൂട്ട് ആണോ സ്റ്റെം ആണോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഡൈക്കോട്ട് ആണോ മോണോകോട്ട് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് എഴുതാനായിട്ട്. അപ്പൊ റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു മോണോകോട്ട് റൂട്ടിന്റെ
ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പോർഷൻ എൻലാർജ്ഡ് ആണ് ഇവിടെ കാണുന്നത്. കൊളക്കേഷ്യ, അതായത് ചേമ്പ് വരുന്നില്ലേ, ആ ഒരു പ്ലാന്റിന്റെ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എയർ കാവിറ്റീസ് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പ്ലാന്റിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ആ പിക്ചറിൽ അത് കാണാൻ സാധിക്കാതിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയഗ്രം വരയ്ക്കാനായിട്ടുണ്ടാവും റെക്കോർഡിൽ. അപ്പൊ ഏതാണോ പറയുന്നത് അതാണ് വരയ്ക്കേണ്ടത്. ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇത്തരത്തിൽ രണ്ട് നിങ്ങൾക്ക് വരയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 6 വാസ്കുലർ ബണ്ടിൽസ് ഓർ സൈലം ബണ്ടിൽസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂട്ട് ഹെയർ, അതുപോലെ എപ്പിഡെർമിസ്, അങ്ങനെ ഡിഫറെന്റ് റീജിയൻസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇവിടെ മെറ്റാസൈലം ടുവാർഡ്സ് ദി സെന്റർ ആണ് വരുന്നത്, അതായത് എക്സാർക്ക് കണ്ടീഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്, വാസ്കുലർ ബണ്ടിൽസ് റേഡിയൽ അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പിത്ത് എന്ന് പറയുന്നത് കുറച്ച് ലാർജ് ആണ്. ലാർജ് പിത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ മോണോകോട്ടിന്റെ പ്രത്യേകതയാണ് അല്ലെ. മോണോകോട്ടുകളിൽ പിത്ത് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ 6ൽ കൂടുതൽ സൈലം ബണ്ടിൽസും കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ വരയ്ക്കേണ്ടതാണ്. ഇവിടെ ഡൈക്കോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പറയാം. ആദ്യം ഓട്ടോമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെർമിസ് ആണ്. ഇവിടെ എപ്പിഡെർമിസില് എപ്പിഡെർമൽ ഹെയർസ് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് റൂട്ട് ഹെയർസ് അല്ല. നോട്ട് ദ പോയിന്റ്. അത് എന്തല്ല, റൂട്ട് ഹെയർസ് അല്ല, ട്രൈക്കോംസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡെർമിസിനെ കവർ ചെയ്ത് എപ്പിഡെർമിസിന് പുറമേ ആയിട്ട് എന്ത് കാണുന്നുണ്ട്? ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. അപ്പൊ എപ്പിഡെർമിസില് ക്യൂട്ടിക്കിൾ കാണുന്നു. അത് സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന ഈ യൂണിസെല്ലുലർ ഹെയർസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ട്രൈക്കോംസ് എന്നാണ് വിളിക്കുന്നത്. അവിടെ റൂട്ട് ഹെയർസ് ആണ് റൂട്ടില്, ഇവിടെ ട്രൈക്കോംസ് ആണത്. പിന്നെ എപ്പിഡെർമിസിന് താഴെയായിട്ട് എന്ത് കാണുന്നുണ്ട്? കോർട്ടെക്സ് കാണുന്നു. എപ്പിഡെർമിസിനും പെരിസൈക്കിളിനും ഇടയിലായിട്ട് കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയൻ ആണ് കാണുന്നത്. കണ്ടോ, ഈ കാണുന്നതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇടയ്ക്കായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതൊരു മൾട്ടി ലെയേർഡ് സ്ട്രക്ചർ ആണ്. കോർട്ടെക്സിൽ 3 റീജിയൻസ് ആണ് വരുന്നത്. ഹൈപ്പോഡെർമിസ് വരുന്നുണ്ട്, പിന്നെ പാരൻകൈമാറ്റസ് സെൽസ് വരുന്നുണ്ട്, ഏറ്റവും ഉള്ളിലായിട്ട് എൻഡോഡെർമിസ് വരുന്നുണ്ട്. ഈ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് കോളൻ കൈമാറ്റസ് ആണ്, അതായത് കോളൻ കൈമകൾ ആണ് അവിടെ കാണപ്പെടുന്നത്. അപ്പൊ എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോഡെർമിസ്. അവിടെ കോളൻ കൈമ സെൽസ് ആണ് കാണപ്പെടുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി യങ് സ്റ്റെം. അപ്പോ ഈ ഹൈപ്പോഡെർമിസ് എന്ത് ചെയ്യുന്നുണ്ട്? മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റെമ്മിന്. ഓക്കെ, യങ് സ്റ്റെമ്മുകൾക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഹൈപ്പോഡെർമിസിന് താഴെയായിട്ടാണ് പാരൻകൈമാറ്റസ് സെൽസ് വരുന്നത്. ഇന്റർസെല്ലുലാർ സ്പേസ് ഒക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭാഗമാണ് ഈ ഹൈപ്പോഡെർമിസിന് താഴെയായിട്ട് വരുന്ന പാരൻകൈമാറ്റസ് സെൽസിന്റെ റീജിയൻ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നതാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഈ എൻഡോഡെർമിസിലെ സെല്ലുകളിൽ ഒരുപാട് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തുകൂടെ വിളിക്കുന്നു? സ്റ്റാർച്ച് ഷീത്ത് എന്നുകൂടെ വിളിക്കുന്നു. അപ്പൊ എൻഡോഡെർമിസ് സ്റ്റാർച്ച് ഷീത്ത് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോഡെർമിസിലെ സെല്ലുകളിൽ ഒരുപാട് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ കോർട്ടെക്സിന്റെ കാര്യമാണ് പറഞ്ഞത്. കോർട്ടെക്സിന് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അത് കോളൻ കൈമാറ്റസ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് പാരൻകൈമാറ്റസ് സെല്ലുകൾ കാണപ്പെടുന്ന ഒരു റീജിയൻ വരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ്, കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. എൻഡോഡെർമിസ് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഈ എൻഡോഡെർമിസിനും അതുപോലെ തന്നെ ഫ്ലോയത്തിനും ഇടയ്ക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പെരിസൈക്കിൾ എന്ന് പറയുന്ന റീജിയൻ കാണപ്പെടുന്നത്. ഈ പെരിസൈക്കിൾ എന്ന് പറയുന്നത് സെമി ലൂണർ പാച്ചസ് ഓഫ് സ്ക്ലിയറൻ കൈമയാണ്. അതായത് സെമി ലൂണർ ഷേപ്പിലുള്ള സ്ക്ലിയറൻ കൈമ സെൽസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റീജിയൻ ആണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്താ കാണുന്നത്? സ്ക്ലിയറൻ കൈമ സെൽസ് ആണ് കാണുന്നത്. ഇവിടെ ഈ വാസ്കുലർ ബണ്ടിൽസിന് ഇടയിലായിട്ട് റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമ സെൽസ് കാണുന്നുണ്ട്. അതാണ് മെഡുലറി റൈസ് എന്ന് പറയുന്നത്. അപ്പൊ മെഡുലറി റൈസ് എന്ന് പറയുന്നത് ഈ വാസ്കുലർ ബണ്ടിൽസിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന പാരൻകൈമ സെല്ലുകളുടെ കുറച്ച് ലെയേഴ്സ് ആണ്. റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമാറ്റസ് സെൽസ് ആണ് ഈ മെഡുലറി റൈസ് എന്ന് പറയുന്നത്. ഇവിടെ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് കൺജോയിന്റ് ആണ് അല്ലെ. കൺജോയിന്റ് എന്ന് പറയുമ്പോൾ ഫ്ലോയും സൈലവും ഒരേ ലൈനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇങ്ങനെ സെയിം ലൈനിൽ തന്നെ ഫ്ലോയവും സൈലവും അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്?
കൺജോയിന്റ് എന്നാ പറയുന്നത്. അപ്പൊ സ്റ്റെമ്മുകളിൽ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ വട്ടത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ വാസ്കുലർ ബണ്ടിൽസിന്റെ പ്രത്യേകത എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടോലെ വട്ടത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു റിംഗ് അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് എവിടെയാണ് ഇത് കാണുന്നത്? ഡൈക്കോട്ട് സ്റ്റെമ്മുകളിൽ. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെമ്മുകളുടെ ഒരു പ്രത്യേകത എന്താണ്? കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. അതുപോലെ തന്നെ എൻഡാർക്ക് പ്രോട്ടോസൈലം ആണ്. എൻഡാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടോസൈലം ടുവാർഡ്സ് ദി സെന്റർ ആൻഡ് മെറ്റാസൈലം ടുവാർഡ്സ് ദി പെരിഫറി, അങ്ങനെയുള്ളൊരു അറേഞ്ച്മെന്റ് ആണ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകതയാണ്. എൻഡാർക്ക് പ്രോട്ടോസൈലം അല്ലെങ്കിൽ എൻഡാർക്ക് സൈലം എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എക്സാർക്ക് എന്ന് പറയുന്നത് റൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ പ്രത്യേകതയാണ്. റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് റൂട്ടിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ഡൈക്കോട്ട് സ്റ്റെമ്മില് കൺജോയിന്റ് ഓപ്പൺ ആണ് കാണുന്നത്. ഓപ്പൺ ആണ് അല്ലെ. അവിടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഈ ഫ്ലോയത്തിനും സൈലത്തിനും ഇടയ്ക്ക് എന്ത് കാണുന്നുണ്ട്? കാമ്പിയം കാണുന്നുണ്ട്. ഇനി പിത്ത് കാണുന്നു. സെൻട്രൽ ആയിട്ട് എന്ത് കാണുന്നു? പിത്ത് കാണുന്നു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഫസ്റ്റ് എപ്പിഡെർമിസ് പറഞ്ഞു, ദെൻ കോർട്ടെക്സ് പറഞ്ഞു. കോർട്ടെക്സ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? പെരിസൈക്കിൾ പറഞ്ഞു. പെരിസൈക്കിൾ ദെൻ വാസ്കുലർ ബണ്ടിൽസ് പറഞ്ഞു. മെഡുലറി റേസിന്റെ കാര്യം പറഞ്ഞു. ദെൻ ഏറ്റവും ഉള്ളിലായിട്ട് എന്ത് കാണുന്നു? സെൻട്രലി ലൊക്കേറ്റഡ് പിത്ത് കൂടെ പറഞ്ഞു. ഈ പിത്ത് എന്ന് പറയുന്നത് റൗണ്ടഡ് പാരൻകൈമാറ്റസ് സെൽസ് കാണപ്പെടുന്ന റീജിയൻ ആണ്. ഈ സെല്ലുകൾക്കിടയ്ക്ക് ഇന്റർ സെല്ലുലാർ സ്പേസ് കാണുന്നുണ്ട്. അപ്പോ ഇവിടെ നോക്കൂ, എപ്പിഡെർമിസ്. എപ്പിഡെർമിസില് പുറമേ ആയിട്ട് എന്ത് കാണുന്നുണ്ട്? എപ്പിഡെർമൽ ഹെയർസ് ഓർ ട്രൈക്കോംസ് കാണുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് കോർട്ടെക്സ് വരുന്നു, ഹൈപ്പോഡെർമിസ്, പാരൻകൈമ സെൽസ്, ദെൻ എൻഡോഡെർമിസ്. അത്രയാണ് വരുന്നത്. ഈ എൻഡോഡെർമിസ് കഴിഞ്ഞ് വരുന്ന സെമിലൂണാർ ഷേപ്പിലുള്ള പാച്ചസ് ആണ് സ്ക്ലീറൻ കൈമ സെല്ലുകൾ കാണപ്പെടുന്ന റീജിയൻ ആണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിൾ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? വാസ്കുലർ ബണ്ടിൽസ് വരുന്നത്. ആ വാസ്കുലർ ബണ്ടിൽസിൽ മുകളിലെ ഫ്ലോയും താഴെ സൈലും ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് എന്ത് കാണുന്നുണ്ട്? കാമ്പിയം കാണുന്നുണ്ട്. കണ്ടില്ലേ? ഫ്ലോയത്തിനും സൈലത്തിനും ഇടയ്ക്ക് കാമ്പിയം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ എന്താണ്? ഓപ്പൺ ആണ്. ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആണ്. പിന്നെ കൺജോയിന്റ് ആണ് അല്ലെ. കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ നോക്കൂ, എപ്പിഡെർമിസ്, ദെൻ കോർട്ടെക്സ്. കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയൻ ആണിത്. കോളൻ കൈമാറ്റസ്, ഹൈപ്പോഡെർമിസ്, ദെൻ പാരൻകൈമാറ്റസ് റീജിയൻ വരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്ന റീജിയൻ വരുന്നത്. അത് കഴിഞ്ഞ് എൻഡോഡെർമിസിന് താഴെയായിട്ട് സ്ക്ലീറൻ കൈമാറ്റസ് പെരിസൈക്കിൾ കാണുന്നു. അത് കഴിഞ്ഞ് ഫ്ലോയം വരുന്നു, പിന്നെ സൈലം വരുന്നു. അതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് കാമ്പിയം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോട്ടോസൈലം ടുവാർഡ്സ് സെന്റർ അല്ലെ. പ്രോട്ടോസൈലം സെന്ററിലേക്കായിട്ടും മെറ്റാസൈലം പുറമേക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതാണ് കണ്ടീഷൻ? എൻഡാർക്ക് ആണ്. പിന്നെ സെൻട്രലിൽ എന്ത് കാണുന്നുണ്ട്? പിത്ത് കാണുന്നുണ്ട്. ലാർജ് പിത്ത് കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാസ്കുലർ ബണ്ടിൽസ് ഒരു റിംഗ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ഇനി നമുക്ക് മോണോകോട്ടിലിഡൻ സ്റ്റെമ്മിന്റെ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മോണോകോട്ടിലിഡൻ സ്റ്റെം. അപ്പൊ ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഈ കാണുന്നത് വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഈ മോണോകോട്ടിലിഡൻ സ്റ്റെം ആണെങ്കിലും ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേ സ്ട്രക്ചർ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. മോണോകോട്ട് സ്റ്റെമ്മില് ഹൈപ്പോഡെർമിസ് എന്താണ്? സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് കാണപ്പെടുന്നുണ്ട്. അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് അറേഞ്ച്മെന്റ് ഒന്നും കാണിക്കുന്നില്ല അല്ലെ. ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ്. അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഈ മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്ത് ബണ്ടിൽ ഷീത്ത് കാണുന്നുണ്ട്. ഈ ബണ്ടിൽ ഷീത്ത് എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് സെൽസ് കൊണ്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് പാരൻകൈമാറ്റസ് ആണ്. പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ ആണ് കാണുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. പിന്നെ വാസ്കുലർ ബണ്ടിൽസ് ഒരുപാട് എണ്ണം കാണുന്നുണ്ട്. അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാസ്കുലർ ബണ്ടിൽസ് കൺജോയിന്റ് ആയിരിക്കും സ്റ്റെമ്മുകളിൽ എപ്പോഴും. എന്നാൽ ഇവിടെ എന്താണ്? ക്ലോസ്ഡ് ആണ്. ബിക്കോസ് ദർ ഈസ് നോ കാമ്പിയം ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. പിന്നെ
നമ്മൾ ആ തൊട്ട് മുമ്പുള്ള ചിത്രത്തിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുറമേ കാണപ്പെടുന്ന വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ചെറുതും ഉള്ളിലേക്ക് വരുമ്പോൾ വലുതുമാണ് അല്ലെ. സെൻട്രലി ലൊക്കേറ്റഡ് വാസ്കുലർ ബണ്ടിൽസ് ആർ ലാർജർ ദാൻ ദി പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോയത്തിന്റെ പ്രത്യേകത ഫ്ലോയം പാരൻകൈമ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാസ്കുലർ ബണ്ടിൽസിൽ എന്ത് കാണുന്നുണ്ട്? വാട്ടർ കണ്ടെയ്നിങ് കാവിറ്റീസ് കാണുന്നുണ്ട്. അപ്പൊ ഒരു മോണോകോട്ട് സ്റ്റെം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. ഇങ്ങനെ ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? മോണോകോട്ട് സ്റ്റെം ആണ്. കണ്ടില്ലേ, ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് പുറത്തുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് എന്ത് കാണുന്നില്ല? കാമ്പിയം കാണില്ല. നമുക്കിനി ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെയും മോണോകോട്ട് സ്റ്റെമ്മിന്റെയും വ്യത്യാസങ്ങൾ നോക്കാം. ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുന്നതിൽ റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആണ് അല്ലെ. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. എന്നാൽ മോണോകോട്ടിലൻ സ്റ്റെമ്മിലാണെങ്കിലോ കുറേ വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലെ. സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ദെൻ സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഇവയിൽ രണ്ടിലും കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. പക്ഷേ ഡൈക്കോട്ടിലാണെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസിലും മോണോകോട്ട്സിൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസും ആണ് കാണുന്നത്. സോ കൺജോയിന്റ് ഓപ്പൺ ആണ് ഡൈക്കോട്ട് സ്റ്റെമ്മില്, കൺജോയിന്റ് ക്ലോസ്ഡ് ആണ് മോണോകോട്ടിലൻസ് സ്റ്റെമ്മില്. അതുപോലെ തന്നെ മോണോകോട്ട് സ്റ്റെമ്മില് സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ് കാണപ്പെടുന്നത്. എന്നാൽ ഡൈക്കോട്ട് സ്റ്റെമ്മില് കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് റൂട്ടും സ്റ്റെമ്മും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. നമ്മളിപ്പോ ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് റൂട്ട്, മോണോകോട്ട് സ്റ്റെം ഇത് രണ്ടും പഠിച്ചു. അപ്പൊ നമ്മളിപ്പോ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും പൊതുവെയുള്ള സ്ട്രക്ചേഴ്സും അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു അല്ലെ. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളിലും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഈ റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും വ്യത്യാസങ്ങൾ നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് ഒരു സ്പെസിമെൻ തരുമ്പോൾ പ്രൊസെക്ഷൻ എടുക്കാൻ തരും. അപ്പൊ അത് റൂട്ട് ആവാം അല്ലെങ്കിൽ സ്റ്റെം ആവാം. അത് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എഴുതേണ്ടതായിട്ട് വരും. ആ എഴുതേണ്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് 2 പോയിന്റ് എഴുതിയിട്ട് ഈ കാരണങ്ങൾ കൊണ്ട് ഇതൊരു റൂട്ട് ആവുന്നു എന്നാണ്. അപ്പൊ ആ റൂട്ട് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് 2 കാരണങ്ങൾ എഴുതണം അല്ലെ. ആ റീസൺസ് ഇതിൽ ഏതെങ്കിലും എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞാണ് ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് മോണോകോട്ട് റൂട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? റൂട്ടിന്റെ 2 പ്രത്യേകത എഴുതുന്നു. എന്നിട്ട് താഴെ എഴുതുന്നു ഹെൻസ് ഇറ്റ് ഈസ് എ റൂട്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മോണോകോട്ട് റൂട്ടിന്റെ പ്രത്യേകത എഴുതുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതുന്നു? അതുകൊണ്ട് ഇതൊരു മോണോകോട്ട് റൂട്ട് ആണ് എന്ന് എഴുതുന്നു. അപ്പോ നമ്മള് ബോത്ത് മോണോകോട്ട് ഡൈക്കോട്ട് അതിന്റെ വ്യത്യാസം പഠിക്കണം. അതുപോലെ തന്നെ റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും വ്യത്യാസവും പഠിക്കണം. സോ ഇവിടെ നോക്കൂ, റൂട്ടിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അവിടെ എക്സാർക്ക് സൈലമാണ് കാണപ്പെടുന്നത്. എന്നാൽ സ്റ്റെമ്മില് എൻഡാർക്ക് സൈലമാണ് കാണപ്പെടുന്നത്. പിന്നെ റൂട്ട് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്, അത് നിങ്ങൾ ഓർത്തു വെക്കുക. റൂട്ടില് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണുന്നത്. എന്നാൽ സ്റ്റെമ്മുകളില് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഇനി ഡൈക്കോട്ട് മോണോകോട്ട് സ്റ്റെമ്മില് കൺജോയിന്റ് ആണ് രണ്ടിലും. പക്ഷെ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ റൂട്ടില് ക്യൂട്ടികൾ കാണുന്നില്ല. എപ്പിഡെർമിസിന് പുറമെ ക്യൂട്ടിക്കിൾ കാണുന്നില്ല. ബട്ട് സ്റ്റെമ്മിൽ എന്ത് കാണുന്നുണ്ട്? ഈ എപ്പിഡെർമിസിന് പുറമെ ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ റൂട്ട് ഹെയർസ് ആ കാണുന്നത് അല്ലെ. റൂട്ടില് റൂട്ട് ഹെയർസ് ആണ് കാണപ്പെടുന്നത്. സ്റ്റെമ്മിലാണെങ്കിൽ ട്രൈക്കോംസ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതുക. ഇനി നമുക്ക് വ്യത്യാസം എഴുതാനാണ് ചോദിച്ചതെങ്കിൽ റൂട്ട് ഹെയർസ് ആർ പ്രസന്റ് എന്ന് എഴുതാം. ഇവിടെ റൂട്ട് ഹെയർസ് ആർ ആബ്സെന്റ് എന്ന് എഴുതി നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ട്രൈക്കോംസ് സ്റ്റെമ്മിൽ കാണപ്പെടുന്നു എന്നും ട്രൈക്കോംസ് റൂട്ടിൽ കാണപ്പെടുന്നില്ല എന്നും എഴുതാം. അതായത് റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും വ്യത്യാസങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പോയിന്റ്സ് കൂട്ടാനായിട്ട് നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെച്ചിട്ട് എഴുതിയാൽ മതിയാവും. അപ്പൊ നമ്മള് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ 4ാമത്തെ പാർട്ടാണ് തീർത്തത് അല്ലെ. മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട് ഇതൊക്കെ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പ്രാക്ടിക്കലിന് തിയറിക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.